കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ സൈഡിനെ കുറിച്ചും ഒരു ലാൻഡ് എങ്ങനെ ചൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇതിനു മുന്നേ നമുക്ക് നോക്കേണ്ടത് ഒരു ലാൻഡ് നമുക്ക് വേണം. ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓൺലൈൻ സോഷ്യൽ മീഡിയാസ് നോക്കാം, ബ്രോക്കർ നോക്കാം, അല്ലെങ്കിൽ ഇപ്പം തലമുറയായിട്ട് കൈമാറി വരുന്ന ലാൻഡ് ഉണ്ടാവാം. സാറിൻ്റെ അഭിപ്രായത്തിൽ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ലാൻഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആരിൽ നിന്ന് ചൂസ് ചെയ്യാം? ഒരു ലീഗൽ ഒരു വശം ഉണ്ടാവുമല്ലോ, അത് സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പെർട്ടൈസിൽ ഒന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് ഗൈഡ് ചെയ്യാമോ? ഈ ലാൻഡ് ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു, നമുക്കത് ആൻസസ്ട്രലായിട്ട് വരാം. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നെറ്റിൽ, ഫേസ്ബുക്കിൽ, പത്രത്തിലുള്ള ആഡ്, അങ്ങനെ പലതും. പക്ഷേ നമ്മൾ ഇന്നത്തെ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള ഒരു സംഭവം വന്നു. അതൊരു മാൻഡേറ്ററി ആണ്, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. ററ എന്നറിയപ്പെടും. അപ്പോൾ ഈ നമ്മൾ പണ്ടൊക്കെ ഇൻഷുറൻസിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആർക്കും വിൽക്കാമായിരുന്നു, അത് അൺറെഗുലേറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ പിന്നെ സർക്കാർ അതിനെന്ത് ചെയ്തു, റെഗുലേറ്റ് ചെയ്തു. അങ്ങനെയാണ് IRDA, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ ലാൻഡിൻ്റെയും റിയൽ എസ്റ്റേറ്റിൻ്റെയും കേസിൽ അൺറെഗുലേറ്റഡ് ആയിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, അത് ആരൊക്കെയോ ടാക്സ് മാത്രം ഗവൺമെൻറ് മേടിക്കുന്നു. പക്ഷെ അത് റെഗുലേറ്റ് ചെയ്യുന്നു, കൊടുക്കുന്ന കാശ് സേഫാണോ, അവർക്ക് ഒരാൾ വീട്ടിൽ മിക്കവാറും ഒരു 90% ആൾക്കാരും ജീവിതത്തിൽ ഒരിക്കലേ വീട് പണിയുള്ളൂ. ആ വീട്ടിലെ പൈസ എല്ലാം കൊണ്ട് കൊടുത്ത് ആ ബിൽഡറോ അല്ലെങ്കിൽ ആ ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്ന ആളോ മുങ്ങിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒരു ചീറ്റിംഗ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. പക്ഷെ ററ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. കാര്യം ഇത് നിങ്ങളുടെ കാശ് ബിൽഡർക്ക് പോകുന്നുമില്ല, അതൊരു എക്സ്ക്രൂ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അതിൽ നിന്ന് ബിൽഡർ പ്രോഗ്രസ് അനുസരിച്ച് പണി ചെയ്യുമ്പോൾ മാത്രമേ ബിൽഡർക്ക് കിട്ടൂ. ഓക്കെ, അപ്പം ഫുൾ കാശും ബിൽഡർ കൊണ്ടുപോകുന്നില്ല, ഇൻ ബിറ്റ്വീൻ ഒരു അക്കൗണ്ടിലേക്ക് വന്നിട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു ചെക്ക് ഡാം പോലെ അല്ലേ? പക്ഷേ ബിൽഡർക്ക് ഉറപ്പുണ്ട്, കസ്റ്റമർ പൈസ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് സർക്കാർ മാക്ഷ്യൂർ ചെയ്യും ബിൽഡറിന് കിട്ടും. പക്ഷേ അയാൾക്കത് എടുക്കണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അഡ്വക്കേറ്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ എല്ലാവരും സർട്ടിഫൈ ചെയ്താൽ മാത്രമേ, ഇത്ര പ്രോഗ്രസ് ആയാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊരു പാർട്ടിക്കും ഒരു വിൻ വിൻ സൊല്യൂഷനാണ്. മറ്റേത് ചിലപ്പോൾ പണി പൈസ തന്നില്ലെങ്കിലോ എന്നുള്ള പരാതി ബിൽഡർക്കും ഇല്ല, കസ്റ്റമർക്ക് എൻ്റെ പൈസ സേഫാണ്, കാര്യം ഇതെടുത്ത് ബിൽഡർ മറിച്ച് വേറെ പ്രോജക്റ്റ് ചെയ്തില്ല എന്ന് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എന്നൊരു പ്രൊജക്റ്റിലേക്ക് വേണ്ടി കാശ് വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റില്ല. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവർ 10 പ്രോജക്റ്റ് ചെയ്യുന്നു, 10ന് 10 പ്രത്യേക അക്കൗണ്ടാണ്. ഓ ഫൈൻ, ഓക്കെ. ഈ 10 പ്രത്യേക അക്കൗണ്ടിലും അവർ ഓരോ പ്രോജക്റ്റ്, ഇപ്പോൾ ഒരു കസ്റ്റമർ A എന്ന് പറയുന്ന കസ്റ്റമർ ഇവരുടെ പ്രോജക്റ്റ് 1ലും പ്രോജക്റ്റ് 3ലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ മാത്രമേ പൈസ ആ അക്കൗണ്ടിൽ മാത്രമേ വീഴൂ. എന്നിട്ട് ഈ കൺസ്ട്രക്ഷൻ കമ്പനി അത് എത്ര പ്രോഗ്രസ് വരുന്നു അതനുസരിച്ച് മാത്രമേ പൈസ അതിൽ പോകും. ഇപ്പോൾ കസ്റ്റമർക്ക് കൂടുതൽ കാശ് ഉണ്ടെങ്കിൽ കൂടുതലിടാം, പക്ഷെ അവർക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചേ കിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ പ്രൊജക്ട് സ്റ്റോപ്പായി പോകാന്നുണ്ടെങ്കിൽ ഇതിനൊരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലെ തിരിച്ചും ബിൽഡർക്ക് അവരൊരു അപ്പാർട്ട്മെന്റ് പണിയാണ്, ഈ പണിയുന്ന അപ്പാർട്ട്മെന്റിന് സമയത്ത് പൈസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പണിയാൻ പറ്റില്ല, അവർക്ക് അപ്പോഴേ ററയെ സമീപിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതൊരു വിൻ വിൻ ഫോർ ബിൽഡർ ആൻഡ് വിൻ വിൻ ഫോർ ലാൻഡ് ഓണർ, ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നത്. ഇതൊരു വില്ല ആയിക്കോട്ടെ അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാം ഇത് തന്നെയാണ് സെയിം. ഓക്കെ, അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ്, ററ എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുക? ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സാധാരണക്കാരൻ ഒരു 5 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ 10 സെൻറ്റ് സ്ഥലം, അല്ലെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാരന് ററയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഏതൊക്കെ സിനാരിയോസിലാണ് ററ ഒരു ആക്ഷൻ ഒരു പ്ലേയിൽ വരുന്നത്? അതൊന്നും അതിനെക്കുറിച്ചൊന്നും പറയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബിൽഡർ ഒരു വില്ല പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് വിൽക്കുന്നതും ഒരു ബിൽഡർ ഒരു അപ്പാർട്ട്മെന്റ് പണിത് വിൽക്കുന്നതിൻ്റെ കേസ് സ്റ്റഡിയാണ്. അതിൽ ററ കേരളത്തിൽ പറഞ്ഞിരിക്കുന്നത് 12.5 സെന്റ് കൂടുതലുള്ള പ്രോജക്റ്റ്, അതിൽ താഴെയുള്ളതല്ല, ഓർ 8 യൂണിറ്റ്സിൽ കൂടുതലുള്ളത്. അതായത് ഒരു കേസ് സ്റ്റഡി പറയാം, 10 സെന്റ് സ്ഥലത്ത് 10 അപ്പാർട്ട്മെന്റാണ് പണിയുന്നതെങ്കിൽ ററ ബാധകമാണ്. എന്നാൽ 13 സെന്റ് സ്ഥലത്ത് 6 യൂണിറ്റ് ആണെങ്കിലും ററ ബാധകമാണ്. ഓക്കെ ഓക്കെ. എന്നാൽ 11.5 സെന്റിൽ 7 യൂണിറ്റ് ആണെങ്കിൽ ററ ബാധകമല്ല. ഓക്കെ ഓക്കെ. അതായത് 12.5 സെന്റോ 8 യൂണിറ്റോ വിച്ച് എവർ കംസ് ഫസ്റ്റ്, അപ്പോൾ ററ ബാധകമാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം, 10 സെന്റിൽ, ഇപ്പോൾ വന്ന ചോദ്യത്തിലോട്ട് വരാം, 10 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റ് പണിത് ഒരാൾ വിൽക്കുന്നു, അയാളൊരു മൈക്രോ ബിൽഡറാണ്. അതൊരു ബിൽഡറല്ല, അതൊരു കോൺട്രാക്ടറാണ്.
അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിലെ സാധാരണ കൺസ്യൂമർ ഇതിൻ്റെ അകത്തേ വരുന്നുള്ളൂ, റെറയുടെ റെഗുലേഷനിൽ വരുന്നില്ല. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ചോദ്യം. ഈ ഒരു സെഗ്മെന്റ് ശ്രദ്ധിച്ചാൽ മതി. സാധാരണ നമ്മളൊരു സ്ഥലം നമ്മുടെ സ്വന്തം പേര് മേടിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിൽ സ്ഥലം മേടിച്ചെടുത്തു, ബിൽഡിംഗ് റൂൾസും റെഗുലേഷൻസും ഒക്കെ നോക്കിയിട്ടാണ് ഈ സ്ഥലം മേടിക്കുന്നത്. അവിടെ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് പല കൺസ്ട്രക്ഷൻ കമ്പനികളെ സമീപിച്ച് എത്ര രൂപ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ നാട്ടിലൊക്കെ നോക്കുന്നത്. ഇത് നേരെ മറിച്ച് മിഡിൽ ഈസ്റ്റിലും പുറത്തൊക്കെ ആണെങ്കിൽ സ്ക്വയർ മീറ്ററിൽ പറയും. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനി ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ് മൊത്തത്തിലെടുത്തിട്ട് ഡിവൈഡഡ് ബൈ പ്ലിന്ത് ഏരിയ എത്രയാണോ എന്ന് വയ്ക്കുമ്പോൾ അതാണ് ഒരു സ്ക്വയർ ഫീറ്റ്. അതായത് നമ്മൾ ഇത്ര ചെവര് പണിയുന്നു, ഇത്ര വോള് ചെയ്യുന്നു, ഇത്ര ഫൗണ്ടേഷൻ ചെയ്യുന്നു, ഇതിനൊക്കെ ഓരോന്നിനും കോസ്റ്റ് ഉണ്ട്. ഇത് ഓരോന്നും അവരൊരു പേപ്പറിൽ 1, 2, 3, 4, 5 എന്ന് എഴുതി ടോട്ടൽ ഒരു വില എടുക്കും. എന്നിട്ട് ഡിവൈഡഡ് ബൈ സ്ക്വയർ എത്ര ഏരിയ ഉണ്ട്, സ്ക്വയർ ഫീറ്റോ സ്ക്വയർ മീറ്റർ, അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയെന്ന് കിട്ടും. പക്ഷെ പൊതുവെ കണ്ടുവരുന്നത് അപ്പുറത്തെ കമ്പനി ഇത്ര ചെയ്തു അതുകൊണ്ട് ഞാൻ ഇത്ര ചെയ്തു എന്ന് പറഞ്ഞു. അതൊരു അൺപ്രൊഫഷണൽ വേ ആണ്. കാര്യം അവരത് ചെയ്യാൻ കാരണം ചിലപ്പോൾ അവർക്ക് സ്വന്തമായി സൈറ്റിൽ നിന്ന് പണിയുന്ന പണിക്കാർ കാണും, ചിലർ പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്നവരായിരിക്കും, വേറെ ചിലവർ ഇതൊന്നും അല്ലാതെ ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾ, അപ്പോൾ അവർക്ക് ചിലവ് കൂടും, അല്ലെങ്കിൽ പ്രിസിഷനായിട്ട് ചെയ്യുന്നവരുണ്ടാകും. ഇങ്ങനെ പല പല സിനാറിയോ ആയിരിക്കും. അപ്പോൾ ഓരോ കമ്പനികൾക്ക് അവരുടേതായ ഒരു വർക്ക് ഫ്ലോ ഉണ്ടാകും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു എൻഡ് കസ്റ്റമർ, ഈ 10 സെൻറ്റ് മേടിക്കുന്ന കസ്റ്റമർ, അവരൊരു കോൺട്രാക്ടറാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എമൗണ്ട് പറഞ്ഞ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് കൊടുക്കും, അതിൽ ചെയ്യും. അപ്പോൾ ഓരോ സ്റ്റേജ് അനുസരിച്ചല്ലേ നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഈ റെറയുടെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ ഓക്കെ ഒരു ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ്, കേരളം പോലെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ന്യൂക്ക് ആൻഡ് കോർണേഴ്സിൽ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സാധാരണക്കാരൻ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുന്ന, അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു വില്ല വാങ്ങാൻ പോകുമ്പോൾ ഇത് റെറ രജിസ്റ്റേർഡ് ആണോ, അല്ലെങ്കിൽ ഈ റെറ ആപ്പ് നാളെ ഒരു കാലത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ റെറ രജിസ്റ്റേർഡ് ആണോ ഇല്ലയോ എന്നുള്ളത് അറിയണമല്ലോ. അത് എങ്ങനെ അറിയാൻ പറ്റും? ഈ പർട്ടിക്കുലർ പ്രോജക്റ്റ് റെറ രജിസ്റ്റേർഡ് ആണോ? ഒരു റെപ്യൂട്ടഡ് ബിൽഡർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവർ പറയും ഞങ്ങൾ രജിസ്റ്റേർഡ് ആണെന്ന് പറയും. പറഞ്ഞില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് റെറ രജിസ്റ്റേർഡ് ആണോ എന്നുള്ളത്? ഇതൊരു നല്ല ചോദ്യമാണ്. കാര്യം എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2018 ഈ റെറ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്തായ, കാര്യം അദ്ദേഹം ഇപ്പോൾ ജില്ലാ ടൗൺ പ്ലാനറാണ്, ശ്രീ ഡെൻസിൽ ഫെർണാണ്ടസ് സാറ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ സുഹൃത്തായതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് എൻജിനീയറിംഗ് ഒക്കെ പഠിച്ചത്, സ്കൂളിംഗ് ഒക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു റൂള് വരുന്നു, സെൻട്രൽ ആക്ട് പ്രകാരം റെറ എന്നുള്ള, അതായത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നൊരു സാധനം വരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഈ റെറ? അപ്പോൾ പറഞ്ഞു ഇതാണ് ഈ അൺറെഗുലേറ്റഡ് ആയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അൺറെഗുലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പോവുകയാണ്, അത് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോറമാണ് ഈ റെറ എന്ന് പറയുന്നത്. ആ സാധനം ഞാനത് പഠിച്ചു. കാര്യം അന്ന് ഇദ്ദേഹം മാത്രമായിരുന്നു റെറയുടെ സ്റ്റാഫ്. അപ്പോൾ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജില്ലാ ടൗൺ പ്ലാനിങ് ഓഫീസ് നന്തൻകോട് ആ മേളത്തെ നിലയിൽ 7ാമത്തെ 8ാമത്തെ നിലയിലാണ് റെറയുടെ ഓഫീസ്. അന്ന് ഒരേ ഒരു ഡെപ്യൂട്ടേഷൻ സ്റ്റാഫാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ നടക്കുമോ? കാര്യം ഒരാളെ വെച്ചൊരു ഡിപ്പാർട്ട്മെൻറ്റേ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, ഇത് നല്ലൊരു സംഭവമായി മാറും, നോക്കിക്കോ. ഇതിപ്പോൾ എൻ്റെ ഫ്ലോറും ഒരുപാട് സ്റ്റാഫ്സും ഉണ്ട്. അതെ. അപ്പോൾ എനിക്കൊന്ന് അത് കേരളത്തിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ നമ്മുടെ പൈസയ്ക്ക് പണിയുന്നു ചെയ്യുന്നു. പക്ഷേ ഇതന്ന് അദ്ദേഹം സുഹൃത്തായതുകൊണ്ടും അതിൻ്റെ റൂള് പബ്ലിക് ഡോക്യുമെൻ്റാണ്, വേറെ രഹസ്യമൊന്നുമില്ല, എനിക്ക് പറഞ്ഞു തരുകയുണ്ടായി. ഞാനിത് പഠിച്ച് വന്നപ്പോഴാണ് സംഭവം മനസ്സിലാക്കുന്നത്. റെറയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇത് നേരത്തെ പറഞ്ഞ 2 പേർക്കും ഗുണമുള്ളതാണ്. നമ്മൾ ഒരു എഗ്രിമെൻ്റ് ആയാൽ പോലും എന്തായാലും എ ബി 2 പേര് തമ്മിലാണ്. എയ്ക്കും ബിക്കും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് ഓടുള്ളൂ. അവിടെ ഞാൻ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുന്നു പറഞ്ഞാൽ, ബിൽഡർക്ക് കസ്റ്റമർ പേയ്മെൻറ്റ് കൊടുത്തേ പറ്റൂ, പേയ്മെൻറ്റ് കൊടുക്കുന്ന കസ്റ്റമർക്ക് നല്ലത് ബിൽഡർ കൊടുത്തേ പറ്റൂ. അപ്പോൾ വിൻ വിന്നാണ്. അപ്പോൾ ഇത് നല്ലതാണ്, ഇത് എന്ന് തുടങ്ങുമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് പലപ്പോഴും കൊറോണ ഇതൊന്നും നടന്നില്ല. ഇതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഈ റെറ അനുശാസിക്കുന്ന കാര്യം തന്നെയാണ് നല്ല ബിൽഡേഴ്സ് ചെയ്യുന്നത്. ഇപ്പം ജാക്ക് കൺസ്ട്രക്ഷൻ്റെ ട്രാക്ക് റെക്കോർഡ് 96 മുതൽ നോക്കിയാൽ ഇന്ന് വരെ നല്ല റിവ്യൂ, നമ്മുടെ ഗൂഗിൾ റിവ്യൂവും ഇതെല്ലാം നമ്മളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയോട് നടന്നുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ റിവ്യൂ വരാൻ കാരണം നമ്മൾ ആരോട് ചോദിച്ചിട്ടല്ല, അവരറിഞ്ഞുകൊണ്ട് തരുന്നതാണ്. ഇവർ
നമ്മളിത് തന്നെയാണ് ചെയ്യുന്നത്. അവർ തരുന്ന കാശ് നമുക്കൊരു ഇന്റേണലി അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. ആ കാശ് വേറൊരു ഫ്ലോറിലോട്ട് നമ്മൾ മാറ്റൂല. റെറ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു. നമ്മളത് അറിഞ്ഞുകൊണ്ട് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. റെറ ഒബ്ജക്റ്റ് ചെയ്യുന്നത് എന്തോ തിരിമറി കാണിക്കാനും അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ് പല ബിൽഡേഴ്സും അത് ചെയ്യുന്നത്. ഞാൻ ബിൽഡർ അസോസിയേഷന്റെ മെമ്പറാണ്. നല്ല ബിൽഡേഴ്സ് ആരൊക്കെ കുഴപ്പമില്ല റെറ എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ റെറ അന്നേ ചെയ്യേണ്ടതായിരുന്നു. ഇത് വൈകി 2020 ജനുവരി 1 റെറ എൻഫോഴ്സ് ചെയ്തത്. അപ്പോൾ കൊറോണ വന്നു. ആ സമയത്താണ് നമ്മളൊരു ബിൽഡിങ് കുറച്ച് മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്തായിരുന്നു കേശവാസപുരത്ത്, ചൈതന്യ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ്. ആ ബിൽഡിംഗ് തന്നെ ഒരു നിമിത്തം പോലെ ആ ബിൽഡിംഗ് തന്നെ റെറയുടെ, ആ ബിൽഡിംഗ് മൊത്തം റെറയുടെ ഓഫീസാണ്. ഇന്ന് അതൊരു വലിയ പ്രസ്ഥാനമാണ്. കേരളം പോലത്തെ സംസ്ഥാനത്തിന് മൊത്തം കൺട്രോൾ ചെയ്യുന്ന അവിടെയാണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ടാവാൻ എനിക്ക് പറ്റി. ഈ റെറയുടെ തുടക്കത്തിലും എനിക്കിത് അറിയാൻ പറ്റി. റെറയുമായിട്ട് ഇത്രയും അടുത്ത ബന്ധത്തിൽ നിൽക്കുമ്പോൾ റെറ ഭയങ്കര ഒരു നല്ല സാധനമാണെന്ന് എനിക്ക് പറയാറുള്ളൂ. അത് എന്തേ വൈകി എന്നുള്ള ചോദ്യം മാത്രം. ലേറ്റ് ആയിട്ട് വന്നാലും അത് ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇടയ്ക്കൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചായിരുന്നു. അപ്പം പുള്ളിക്കാരൻ അതൊരു മണ്ണിടിച്ച സ്ഥലമാണ് ആക്ച്വലി. ഇടയ്ക്ക് അത് ഒരു ന്യൂസ് കേട്ടായിരുന്നു, അത് സോയിലിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു, ഫൈൻ അടച്ചു എന്നുള്ളത്. അപ്പോൾ സോയിൽ കൺസേൺ അല്ലെങ്കിൽ സോയിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു കൺട്രി ലാൻഡ് വാങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ടോ? ഇപ്പം പല ലീഗലും നോക്കിയാലും ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്ത ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക്കായിട്ട് ചോദിക്കുന്നത്. അല്ലാതെ പറയാം, നല്ല ടോപ്പിക്കാണ്. കാര്യം ഷമ്മിയുടെ പ്രവൃത്തി പരിചയവും ഷമ്മി അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. പലപ്പോഴും ആൾക്കാർ ചോദിക്കാൻ മറന്നു പോകുന്നതും ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ സ്ഥലം ഡെസ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ പോകുമ്പോൾ സ്ഥലം മേടിക്കും. നമ്മൾ ഒരു സ്ഥലം മേടിക്കാൻ പോകുമ്പോൾ നോക്കിയാൽ ചുറ്റും ഈ അരിഞ്ഞ് വെച്ച ഇത് കാണും. ഈ അരിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനിങ് ആൻഡ് മിനറൽസ് ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഇതാണ്. കേരളത്തിലെ നിയമം അനുസരിച്ച് 1.5 മീറ്ററിൽ കൂടുതലുള്ള എക്സ്കവേഷൻ. അപ്പോൾ ചോദിക്കാം, കിണർ കുഴിച്ചാലോ? അല്ല. പൈലടിച്ചാലോ? ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഒരു റീറ്റെയിനിങ് വാള് എങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അതിനും കുഴപ്പമില്ല. ഒരു പ്ലോട്ട് ഡെവലപ്മെന്റിന് വേണ്ടി മണ്ണെടുത്താൽ മൈനിങ് ആൻഡ് ജിയോളജി മേടിച്ചിരിക്കണം. അപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജിയുടെ ഒരു ഇതനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലം മേടിച്ച് ആർക്കിടെക്റ്റിനെ വരച്ച് അല്ലെങ്കിൽ എഞ്ചിനീയറെ കൊണ്ട് വരച്ച് അപ്രൂവലിന് പോകുമ്പോൾ ഇത് LSGD ഡിപ്പാർട്ട്മെന്റ്, അത് വേറെ ഡിപ്പാർട്ട്മെന്റ്. LSGD ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർസിയർ സൈറ്റ് കാണാൻ വരും. അപ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് ഇതിന്റെ മൈനിങ്ങിന്റെ പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴാണ് ലാൻഡ് ഓണർ അറിയുന്നത് ഇതെന്ത് പേപ്പറാണ്. അപ്പൊ ഇതെന്ത് പേപ്പറാണെന്ന് ചോദിച്ചാൽ ആ പേപ്പർ അവർ അപ്പോഴും പോലും അറിഞ്ഞൂടാ. നമുക്കറിയാവുന്നത് ക്വാറി നടത്തുന്നവർക്കുള്ള ഡിപ്പാർട്ട്മെന്റാണ്, അല്ല. ആ സമയത്ത് നമ്മൾ വഞ്ചിതരാവാതിരിക്കാൻ, ഒന്ന്, നിങ്ങൾ സ്ഥലം മേടിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ആർക്കിടെക്റ്റിനെ പോയിട്ട് കാര്യമില്ല. ആർക്കിടെക്ട്സിന് ഈ മേഖലയുടെ ആർക്കിടെക്ട്സ് ഡിസൈനേഴ്സാണ്. അവരതിൻ്റെ ഒരു സൃഷ്ടി, അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനും അതിൻ്റെ സ്പേസ് പ്ലാനിങ്ങുമാണ് ആർക്കിടെക്ട്സിൻ്റെ മെയിൻ ജോലി. ഇങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സിൻ്റെ ഡൊമൈനാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായി നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോഴത്തെ ചെയ്യാം. വേണമെങ്കിൽ റിസ്ക് എടുക്കാം, അല്ലെങ്കിൽ ആ ലാൻഡ് വേണ്ടാന്ന് വയ്ക്കാം. ഇനി വേണമെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കോണ്ടൂർ മാപ്പ്, ഈ കോണ്ടൂർ മാപ്പ് ചെയ്യാൻ പറ്റുന്നത് സർവേയേഴ്സും അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിനും ആണ് കോണ്ടൂർ ചെയ്യാൻ പറ്റും. ഇത് പ്രമാണത്തിന്റെ ഭാഗമായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇതിന്റെ ഒരു ഫോട്ടോഗ്രാഫും ഇതിന്റെ ഒരു പാർട്ടായിട്ട് വയ്ക്കാം. അപ്പോൾ ലീഗലി സബ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഈ സ്ഥലം മേടിക്കുമ്പോഴേ ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇതിന്റെ ഇത് കുറ്റം ചെയ്ത ആരാണ്? പഴയ ഓണർ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായി മാറും. നാട്ടിൽ എന്ത് സംഭവം ഒരു സർവേ നമ്പർ നടന്നാൽ അതിന്റെ കറന്റ് ലാൻഡ് ഓണറാണ് ബാധകം. ഇതെന്ന് പറയുന്നത് പഴയ ലാൻഡ് ഓണറായി മാറും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഫ്രണ്ട് ലാൻഡ് പർച്ചേസ് ചെയ്തപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത വീട് പെർമിറ്റിന് പോയപ്പോഴത്തേക്കും അത് നേരത്തെ മണ്ണിടിച്ചതായിട്ട് കണ്ടുപിടിക്കുകയും അതിന് ഐ തിങ്ക് സം ലാക്സ് ഫൈനായിട്ട് പേ ചെയ്യേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും വിട്ടുപോകും. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ബാങ്കിൽ ലോൺ എടുത്താൽ, ഇപ്പോൾ പൊതുവെ അറിയാവുന്നത് SBIയിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആണ്, നല്ലതാണ്, ഇന്ത്യയുടെ ബാങ്കാണ്. ഇതിൽ ലോൺ എടുക്കുമ്പോൾ എല്ലാം സേഫ് എന്ന് പറയും. അവിടെ വിട്ടുപോകുന്ന ഒരു പോയിന്റാണത്. ഇനി ഇതുപോലെ ഒരു 1000 പോയിന്റ് എനിക്ക് നിരത്താം. നമുക്ക് സമയമില്ല. യൂട്യൂബിൽ അൽഗോരിതം പറയുന്നത് 15 മിനിറ്റ് കൂടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആൾക്കാർക്ക് അത് ബോറാകും. ബാക്കിയുള്ളവർക്ക് നമ്മളോട് നേരിട്ട് വരാം. നമ്മളുടെ ഓഫീസ് തുറന്നു വെച്ചിരിക്കുകയല്ലേ.